കഴിഞ്ഞ ദിവസമാണ് കൊളംബിയയിൽ വമ്പൻ ഭൂകമ്പമുണ്ടായത്. ഈ ഭൂചലനത്തിൽ ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കൊളംബിയയിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഈ കൊളംബിയ എന്ന് പറയുന്നത്. തിങ്കളാഴ്ച അവിടെ ഉണ്ടായ ഭൂകമ്പത്തിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പടിഞ്ഞാറൻ കൊളംബിയയിലാണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. അവിടെ 132 മരണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നുവെന്ന റിപ്പോർട്ട് വരുന്നു. 570-ലധികം ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ പ്രകൃതി ദുരന്തത്തെ നേരിടാൻ കൊളംബിയൻ സർക്കാർ തിങ്കളാഴ്ച തന്നെ ഈ രാജ്യത്ത് ദേശീയ ദുരന്തം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1575 വീടുകളാണ് അവിടെ തവിടുപൊടിയായത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 6 വിമാനത്താവളങ്ങളാണ് വിമാന സർവീസ് നിർത്തിവെച്ച് സമ്പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്നത്. എന്തായാലും കൊളംബിയൻ പ്രസിഡന്റ് അബർലാഡോ ഡി ലാ എസ്പ്രിയലെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കൂടാതെ രാജ്യത്തെ വിമാനത്താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളടക്കമുള്ളവയും തകർന്ന് തരിപ്പണമായി. എല്ലാ വാണിജ്യ വിമാന പ്രവർത്തനങ്ങളും ഉടനടി നിർത്തിവെച്ചിരിക്കുന്നു. 96 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് ഇതിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കൊളംബിയൻ ജിയോളജിക്കൽ സർവീസിന്റെ കണക്കനുസരിച്ച് പടിഞ്ഞാറൻ കൊളംബിയയിൽ പ്രാദേശിക സമയം രാവിലെ 7:34 ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. അതിന്റെ ആൾക്കാരെ തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. കാണാതായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആഗോള നേതാക്കൾ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഇനിയും മരണസംഖ്യ ഉയരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.